ഹായ്, ബിഗ് ബോസ് സീസൺ 7 ഇന്നത്തോടെ അവസാനിക്കുകയാണ്. ഹോട്ട്സ്റ്റാർ ലൈവ് ഇപ്പോഴില്ല. ഇന്നലത്തോടുകൂടി ഹോട്ട്സ്റ്റാർ ലൈവ് അവസാനിച്ചിരിക്കുന്നു. ഇന്നത്തോടെ ബിഗ് ബോസ് സീസൺ 7 അവസാനിക്കുകയാണ്. കുറച്ച് മണിക്കൂറുകൾക്കകം നമ്മൾക്കറിയാം ആരാണ് വിജയി എന്ന്. തീർച്ചയായും ഇപ്പോൾ 5 പേരാണ് ഉള്ളത്. ഷാനവാസ്, അനുമോൾ, അനീഷ്, അക്ബർ, നെവിൻ. ഇവരാണ് ആ 5 പേർ. ഇവരിൽ ജെനുവനായി നിന്ന് റിയലായി കളിക്കുന്ന ഒരു വ്യക്തി ജയിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അല്ലാതെ പ്രേക്ഷകരെ പറ്റിച്ച് PR-ന്റെ പിൻബലത്തോടെ കള്ളത്തരം കാണിച്ച് ഒരാളും വിജയിക്കുന്നതിനോട് നമ്മൾക്ക് ഒരു യോജിപ്പുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഷാനവാസ് റിയലായി നിന്ന് കളിക്കുന്ന ഒരു വ്യക്തിയാണ്. ഷാനവാസ് അവിടെ ജയിച്ച് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ അനുമോൾക്ക് മാത്രമാണ് PR എന്ന് വരുത്തി തീർത്ത് അതിലൂടെ ഒരു കളി കളിക്കുന്ന ഒരാളാണ് അനീഷ്. അനീഷിന്റെ PR ടീം വളരെ ഗംഭീരമായി മുന്നോട്ട് പോകുന്നുണ്ട്. അവരുടെ ഉദ്ദേശം വ്യക്തമാണ്. അനുമോൾക്ക് മാത്രമാണ് PR എന്ന് വരുത്തി തീർത്ത് സൈഡിലൂടെ ഗോളടിക്കാൻ ശ്രമിക്കുകയാണ്. സോഷ്യൽ മീഡിയ മൊത്തം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. സാധാരണക്കാരൻ, കൃഷിക്കാരൻ, മണ്ണിൽ പണിയെടുക്കുന്ന ആൾ, മണ്ണിനെ സ്നേഹിക്കുന്ന ആൾ, കോമണർ, ഇതെല്ലാം പറഞ്ഞാണ് വോട്ട് പിടിക്കുന്നത്. PR-നെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞ് അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അതായത് അനുമോൾക്ക് PR ഉണ്ട്, അതുകൊണ്ട് ആ PR-നെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞ് അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അതായത് ഏറ്റവും വലിയ PR ഉള്ള അനീഷിന്റെ PR ടീം ചെയ്യുന്ന കലാപരിപാടി ഇതാണ്. തൊപ്പി വരെ അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. തൊപ്പിക്ക് ബിഗ് ബോസ് എന്താണ് എന്ന് കൃത്യമായി അറിയില്ല. തൊപ്പിയുടെ ഫാൻസിനും ബിഗ് ബോസിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. അവിടെ തൊപ്പി പറയുന്നു അനീഷിനെ എല്ലാവരും വോട്ട് ചെയ്യണമെന്ന്. ഇവിടുന്ന് പുറത്തിറങ്ങി എല്ലാവരും അനീഷിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു. അനീഷ് വിജയിക്കണമെന്ന് പറയുന്നു. ഇവിടെ PR ഉള്ളത് കൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ മറ്റുള്ളവരെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ്. ഞാൻ എന്തുകൊണ്ട് ഷാനവാസ് ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ അനുമോൾ, അനീഷ്, ഇവർ രണ്ടുപേരെ കുറിച്ച് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം പറയാം. പല സമയത്തും അനീഷ് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ച് അതിലൂടെ വോട്ട് നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ബിഗ് ബോസ് സീസൺ 7 തുടക്കം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ ഗെയിം എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയാം. മിക്കതും അഭിനയമാണ്. നുണ പറഞ്ഞിട്ടാണ് പല കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. അതായത് ഞാൻ പാവപ്പെട്ട മനുഷ്യനാണ്, കൃഷിക്കാരനാണ്, സാമ്പത്തികമായി വളരെ മോശമാണ് എന്നുള്ള രീതിയിൽ സഹതാപ വോട്ടുകൾ അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അനാവശ്യമായി പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ഒരു കാര്യവുമില്ലാതെ ബഹളം വെക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് സീറ്റ് കിട്ടിയില്ല, എനിക്ക് ഈ സീറ്റ് തന്നെ വേണം എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുള്ളി ബിഗ് ബോസ് വീട്ടിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവസാന ദിവസമായപ്പോൾ ഒരു പ്രശ്നവുമില്ല. വളരെ സാധുവായിട്ടുള്ള മനുഷ്യൻ. അദ്ദേഹത്തിന് മനസ്സിലായി ഗെയിം കഴിഞ്ഞു എന്ന്. അതായത് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് നേടാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ വെളുപ്പിക്കാനും ആളെ ന്യായീകരിക്കാനും ആളുടെ PR ടീമുകൾ പുറത്ത് നല്ല രീതിയിൽ ശ്രമിച്ചു. അതിന്റെ ഫലമായി ആൾക്ക് കുറച്ച് ഗുണങ്ങളുണ്ടായി. അതായത് ആൾ എന്ത് തെറ്റ് ചെയ്താലും എന്ത് കള്ളത്തരം കാണിച്ചാലും അതിനെ ന്യായീകരിക്കാൻ പുറത്ത് PR ടീമുകൾ ഉണ്ടായിരുന്നു. അനുമോളും പല സമയങ്ങളിലും കുറച്ച് ഡ്രാമ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. കരച്ചിലിന്റെ കാര്യത്തിലായാലും എല്ലാം കള്ളമാണ് എന്ന് ഞാൻ പറയില്ല. പല സമയത്തും അനുമോൾ ഒറ്റപ്പെട്ടത് തന്നെയാണ്. ആ സമയത്ത് അത് കുറച്ചുകൂടി പൊലിപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. അനുമോൾ അവിടെ കുറച്ചുകൂടി പൊലിപ്പിക്കുന്നു, അതിനെ ന്യായീകരിക്കുന്നു അവരുടെ PR ടീമുകൾ. ഇവിടെ ഷാനവാസിനെ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷാനവാസിനെ ന്യായീകരിക്കാനോ വെള്ളപൂശാനോ ആരുമില്ല. അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഷാനവാസിന്റെ ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ ലൈവിൽ ഉണ്ടായിട്ടുണ്ട്. അതെടുത്തു വെച്ച് വീഡിയോ ചെയ്യാനൊന്നും ആർക്കും പറ്റില്ല. പക്ഷേ മറ്റുള്ളവരുടെ ഒരു വിഷയം എപ്പിസോഡിൽ കാണാതായി കഴിഞ്ഞാൽ ലൈവിൽ അതുണ്ടായിരുന്നു, നിങ്ങളൊന്ന് കാണൂ, എപ്പിസോഡിൽ എന്തുകൊണ്ടത് മാറ്റി എന്ന് പറയാൻ ആൾക്കാരുണ്ട്. ഷാനവാസിന്റെ ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ ലൈവിൽ ഉണ്ടായിരുന്നു. എപ്പിസോഡിൽ അത് കാണിക്കില്ല. അത് ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഷാനവാസ് ചെയ്ത നല്ല കാര്യങ്ങളെ പൊക്കി പറയാൻ ആരും ഉണ്ടാവില്ല. ഷാനവാസ് ചെയ്ത നല്ല കാര്യങ്ങളെ മോശമാക്കി കാണിക്കാൻ ഒരുപാട് PR ടീമുകളുണ്ട്. അതായത് അനുമോളുടെ ആയാലും അനീഷിന്റെ ആയാലും അക്ബറിന്റെ ആയാലും PR ടീമുകളുണ്ട്. ഇവിടെ റിയലായി നിന്ന് വെളുപ്പിക്കാൻ ആരുമില്ലാതെ പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചുപറ്റി നിൽക്കുന്ന ഒരേ ഒരു വ്യക്തി ഷാനവാസ് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തത്, അദ്ദേഹം വിജയിച്ചു കാണാൻ ആഗ്രഹിച്ചത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ബിഗ് ബോസ് സീസൺ 7 PR-ന്റെ ബഹളം തന്നെയാണ്. ഏറ്റവും വലിയ PR അനീഷിന്റെ PR ടീം തന്നെയാണ്. അവർ ശരിക്ക് കളിച്ചിട്ടുണ്ട്. അതായത് ബിഗ് ബോസ് എന്താണ് എന്ന് പോലും അറിയാത്ത ആൾക്കാരോട് വരെ അനീഷിന് വേണ്ടി വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. നല്ല രീതിയിൽ പണവും ഇറക്കുന്നുണ്ട്. എന്തായാലും സംഗതിയൊക്കെ ഉഷാറാവുന്നുണ്ട്. അനീഷ് വിജയിക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. കളികൾ നന്നായി നടക്കുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവരെ ഡീഗ്രേഡ് ചെയ്യാനും അനീഷിന്റെ PR ടീം മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അനുമോളുടെ PR ടീം അത്രയ്ക്കങ്ങ് ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അവർ വോട്ട് പിടിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ, മുന്നോട്ട് പോട്ടെ. വിജയിക്കുന്നത് ആരാണ് എന്ന് നമുക്ക് നോക്കാം. എന്തായാലും റിയലായി നിന്ന് കളിച്ച ഷാനവാസ് വിജയിക്കുമോ, അതോ PR ടീമിന്റെ പിൻബലത്തിൽ അഭിനയിച്ച് അവിടെ ഗെയിം ചെയ്ത മറ്റുള്ളവർ വിജയിക്കുമോ എന്ന് നമുക്ക് നോക്കാം. ആര് വിജയിച്ചാലും അവർക്ക് അഭിനന്ദനങ്ങൾ. എന്തായാലും കാത്തിരുന്ന് കാണാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.